ബൈബിളിനെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ ഓരോ വ്യക്തികൾക്കും പല നിലകളിലാണ്, പല ഇടങ്ങളിലുള്ള സാഹചര്യത്തിൽ വെച്ച് നാം വിലയിരുത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ബൈബിളിനെക്കുറിച്ച് ലഭ്യമാകുന്ന ഒരു പൊതുധാരണ ഒരു മതഗ്രന്ഥമാണ്, ഒരു സാഹിത്യ പുസ്തകമാണ് എന്നുള്ള ഒരു വീക്ഷണഗതിയിലാണ്. പക്ഷേ വളരെ വിനയത്തോടുകൂടെ എനിക്ക് പൊതുലോകത്തോട് പറയേണ്ടതായ ഒരു കാര്യം, നിങ്ങൾ ആ കാര്യത്തെ ആ നിലകളിൽ വിലയിരുത്തിയാലും ബൈബിളിനെ ഒരു സാങ്കല്പിക പുസ്തകമായിട്ടോ ഊഹാഭോഗങ്ങളുടെ രചനയായിട്ടോ സങ്കല്പങ്ങളുടെ ഒരു ക്രോഡീകരണമായിട്ടോ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇതിഹാസ താരങ്ങളെക്കുറിച്ചുള്ള ഒരു മിത്തായിട്ടോ ഒന്നും ഇതിനെ മനസ്സിലാക്കരുത്. അതിന് കാരണം ബൈബിളിൻ്റെ ഓരോ അവതരണങ്ങളും ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന ഓരോ ആശയങ്ങൾക്ക് പിന്നിലും കൃത്യമായിരിക്കുന്ന ഉദ്ദേശശുദ്ധിയുണ്ട്. ആ ഉദ്ദേശശുദ്ധിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് മനുഷ്യ വിമോചനമാണ്, മനുഷ്യത്വമാണ്, മാനവികതയാണ്. മനുഷ്യൻ്റെ 3 തലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ ചരിത്രമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിളിൻ്റെ ആധികാരികതയിൽപ്പെട്ട അല്ലെങ്കിൽ ബൈബിൾ വിഭാവനം ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എങ്കിൽ പോലും അതിൽ ഒരു കാര്യം മാത്രമാണ് വിശദീകരണത്തിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ബൈബിൾ വിഭാവനം ചെയ്യുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്, ഒട്ടനവധി ആശയങ്ങളുണ്ട്. ഒരു കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു വസ്തുതയല്ല വിശുദ്ധ ബൈബിൾ. മനുഷ്യൻ എന്ന നിലയിൽ അവൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത മേഖലകളിലും കൃത്യവും വ്യക്തമായിരിക്കുന്ന ഇടപെടലുകൾ നടത്തുവാൻ കഴിവുള്ള കരുത്തുറ്റ കാതലായ സന്ദേശങ്ങൾ കൊണ്ട് നിബിഡമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിളിനെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ ഗതിവിഗതികളുടെ ചരിത്രം പഠിക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. അത്രയധികം സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഒരു മഹത് ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ബൈബിൾ എന്നൊരു പേര് ആധുനിക ലോകത്തിലാണ് ലഭ്യമായിട്ടുള്ളത്. ജോൺ വിക്ലിഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അത്തരത്തിലൊരു പേര് ഇതിനെ സമ്മാനിച്ചത്. പക്ഷെ ബൈബിളിനുള്ളിൽ തന്നെ ബൈബിളിനെ കുറിച്ചുള്ള പേരുണ്ട്. അതിലേറ്റവും സുപ്രധാനമായ 2 പേരാണ്. ഒന്ന് തിരുവെഴുത്ത് എന്ന് പറയുന്നത്. തിരുവെഴുത്ത് എന്ന ഭാഷ നിലനിൽക്കുന്നത് രാജ കൊട്ടാരവുമായി, രാജപദവിയുമായി, രാജാധികാരവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യത്തിലാണ്. ഒരു രാജാവിൻ്റെ കൽപ്പനകളെ, അദ്ദേഹത്തിൻ്റെ നിയമസംഹിതകളെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ തിരുവെഴുത്ത് എന്ന നിലയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ദൈവമെന്ന് പറയുന്ന സമസ്യ ഈ ബൈബിളിൻ്റെ കേന്ദ്രബിന്ദുവായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് ആ ദൈവത്തിൻ്റെ വാക്കുകൾ, മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള അവതരണങ്ങൾ, ആ വാക്കുകൾക്ക് വചനമെന്ന മറ്റൊരു പേര് വ്യാഖ്യാനിക്കപ്പെടുന്നു എങ്കിൽ പോലും തിരുവെഴുത്ത് എന്ന് പറയുന്ന മനോഹരമായ പദത്തിൽ കൂടെ നമുക്ക് മുമ്പിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ ബൈബിളിനെ അരുളപ്പാടിൻ്റെ ഗ്രന്ഥമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അരുളപ്പാട് എന്ന് പറയുന്നത് അധികാരമുള്ളൊരു മനുഷ്യൻ നടത്തുന്ന പ്രഖ്യാപനത്തിനാണ് അരുളപ്പാട് എന്ന് പറയുന്നത്. അത് കേവലം ഒരു ഭാഷയായിരിക്കില്ല, വാക്കുകളായിരിക്കില്ല. അതിന് പിന്നിൽ എല്ലാ വിധത്തിലുമുള്ള അധികാരങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വശം. അപ്പോൾ ബൈബിളിനെ കുറിച്ചുള്ള ചിന്തകൾ സമകാലിക ലോകത്തിന്, എന്നെ ശ്രദ്ധിക്കുന്ന ആളുകളിൽ ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിലൊരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടണമെന്നൊരാഗ്രഹത്തോടു കൂടെയാണ് ഞാൻ ഈ പൊതുസമ്മേളന വേദിയിൽ ബൈബിളിനെ കുറിച്ചുള്ള ഏതാനും ചില വാക്കുകൾ പ്രസ്താവിക്കുകയുണ്ടായത്. ബൈബിൾ വിഭാവനം ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട കാര്യം: 1 പാപമോചനം, 2 മരിച്ചവരുടെ പുനരുത്ഥാനം, 3 യേശുക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായിരിക്കുന്ന അവതാരത്തിൻ്റെ ഭൂമിയിലേക്കുള്ള 2ാമത്തെ പ്രത്യക്ഷത. ഈ 3 കാര്യവും വിശുദ്ധ ബൈബിളിൻ്റെ കേന്ദ്ര സന്ദേശമായിട്ട് നിലനിൽക്കുന്നു. എന്നാൽ ഈ 3 കാര്യത്തിലെ 2 പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും അധികം പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ്
ബൈബിളിൻ്റെ രണ്ടാം ഭാഗമായിരിക്കുന്ന പുതിയ നിയമം എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ രണ്ടാം ഭാഗമെന്ന് ഞാനിവിടെ അഭിപ്രായപ്പെടുമ്പോൾ ബൈബിളിന് ഒരു പ്രഥമ ഭാഗവും കൂടെയുണ്ട്. അതിനെ പഴയ നിയമം എന്നാണ് വിളിച്ചിട്ടുള്ളത്. ആ പഴയ നിയമത്തിൻ്റെ വെളിച്ചത്തിലാണ് ബൈബിൾ ഒരു മതഗ്രന്ഥമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. അതിന് കാരണം ആ പഴയ നിയമത്തിൻ്റെ 39 പുസ്തകങ്ങളിലായി നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് യഹൂദൻ എന്ന് പറയുന്ന ഒരു സമൂഹം. ആ യഹൂദൻ എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ ആവിർഭാവം, ജീവിത രീതി, സംസ്കാരം, രാഷ്ട്രീയ വ്യവസ്ഥ, ചിന്താഗതികൾ, അവരുടെ നിയമങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, വസ്ത്രധാരണം, ഭക്ഷണം, സംസ്കാരം, അങ്ങനെ തുടങ്ങുന്ന നിരവധി കാര്യങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ്. ആ സമൂഹം ഇന്നലകളിലും ഇന്നും നാളെയും ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിട്ട് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സമൂഹമാണ്. എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ഒരു സമൂഹമാണ് ഇസ്രായേൽ, അല്ലെങ്കിൽ യൂതന്മാർ, എബ്രായർ എന്നൊക്കെ പറയുന്ന ആ സമൂഹം. ആ സമൂഹത്തിൻ്റെ ജീവിതക്രമവുമായി ബന്ധപ്പെട്ട് ബൈബിളിൻ്റെ പ്രഥമ ഭാഗമായ പഴയ നിയമം നിലനിൽക്കുന്നത് കൊണ്ട് ഇതൊരു മതഗ്രന്ഥമാണ്. എന്നാൽ മതഗ്രന്ഥം എന്ന് പറയുന്ന ആ പേരിനെ അട്ടിമറിച്ചുകൊണ്ട് മതമല്ല കാര്യം, മനുഷ്യത്വമാണ് കാര്യമെന്ന് അവതരിപ്പിച്ച് മനുഷ്യൻ്റെ അന്തസ്സിനെയും അവകാശത്തിനെയും കൂടുതൽ പ്രാധാന്യത കൊടുത്ത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ ഊന്നൽ നൽകി ലോകത്തിന് മുമ്പിൽ മനുഷ്യത്വത്തെ അവതരിപ്പിക്കുന്ന യേശുവിൻ്റെ പുണ്യപ്പിറവിയോടുകൂടെ മതഗ്രന്ഥത്തിൻ്റെ വിശദീകരണങ്ങൾ അവിടെ പരിസമാപിക്കുകയാണ്. പിന്നീട് വളരെ ശക്തമായ നിലകളിൽ മനുഷ്യരക്ഷയുടെ വിമോചന വിപ്ലവ കാവ്യങ്ങളാണ് നമുക്ക് വാതോരാതെ പറയാനും വായിക്കാനും മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പറഞ്ഞിട്ടുള്ളത് പുതിയ നിയമം എന്ന് പറയുന്ന ബൈബിളിൻ്റെ രണ്ടാം ഭാഗമാണ്. ആ പുതിയ നിയമത്തിൻ്റെ ഓരോ താളുകൾ വിവിധമായിരിക്കുന്ന വിഷയങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. പ്രധാന ഭാഗമായ സുവിശേഷങ്ങൾ എന്ന് പറയുന്ന 4 ഗ്രന്ഥം മനുഷ്യവിമോചനത്തിന് വേണ്ടി ഭൂമിയിലേക്ക് അവതരിച്ച ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അവതാരത്തെക്കുറിച്ചും അവതാര ലക്ഷ്യത്തെക്കുറിച്ചും അവിടുന്ന് അവതരിപ്പിച്ച വിഭാവനം ചെയ്ത ആശയത്തെക്കുറിച്ചുമുള്ള വിശദീകരണം. 33.5 വയസ്സ് വരെ മാത്രം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ജീവിതക്രമങ്ങൾ, അതെല്ലാം സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. രാജാവായി, ദാസനായി, ദൈവപുത്രനായി, മനുഷ്യപുത്രനൊക്കെയായി അവിടെ യേശുവിനെ അവതരിപ്പിക്കുന്നു. ആ 4 പുസ്തകത്തിന് ശേഷം ബൈബിൾ നമ്മെ കൊണ്ടുപോകുന്നത് ഒരു ചരിത്രത്തിൻ്റെ മനോഹരമായൊരു കൂടാരത്തിലേക്കാണ്. ആ ചരിത്ര ഗ്രന്ഥത്തെ അപ്പോസ്തല പ്രവൃത്തി എന്നാണ് പറയുന്നത്. 28 അധ്യായങ്ങൾ നിലനിൽക്കുന്ന ആ പുസ്തകത്തിൽ യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്തിൽ കൂടെ ആവിർഭവിക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ കർമ്മപദ്ധതിക്ക് ശേഷം താൻ തെരഞ്ഞെടുത്ത സമൂഹത്തെ നീതിയുടെ മാർഗത്തിൽ നയിക്കാൻ വേണ്ടി അയക്കപ്പെട്ട പരിശുദ്ധാത്മാവെന്ന് പറയുന്ന തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന ദൈവത്തിൻ്റെ ചരിത്രത്തിലെ ഇടപെടലുകളും ആ ദൈവത്തിൻ്റെ സ്വാധീനത്തിൽ നിറയപ്പെട്ട യേശുക്രിസ്തു തിരഞ്ഞെടുത്ത സ്ലീഹന്മാരായിരിക്കുന്ന 12 അപ്പോസ്തലന്മാർ യേശുക്രിസ്തു കൽപ്പിച്ച അന്ത്യകൽപ്പനയുടെ വിപ്ലവകരമായിരിക്കുന്ന വിശദീകരണങ്ങൾ ലോകത്തിനെമ്പാടും അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അവരവതരിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ മൂല്യതയുടെ മാർഗത്തെ പ്രതി മാനവർക്കിടയിൽ ഉണ്ടായ ആകമാന പരിവർത്തനത്തിൻ്റെ ചരിത്രം, ആ പരിവർത്തനത്തെ തുടർന്ന് ഈ യേശു തന്നെ വാഗ്ദത്തം ചെയ്ത ദൈവസഭ എന്ന് പറയുന്ന ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ ആവിർഭാവം, ആ സമൂഹത്തിന് ഈ ഭൂമിയിൽ നിലനിൽക്കേണ്ടതായ രീതികളിലുള്ള ചില ഉപദേശ സംഹിതകൾ, അതിൻ്റെ വിശദീകരണങ്ങൾ, അതോടൊപ്പം ഇതിൻ്റെ എല്ലാ സ്ഥാപകനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ചില സൂചനകൾ, ഇതൊക്കെയായിട്ട് ചരിത്ര പുസ്തകം നിലനിൽക്കുന്നു. 3-ാം ഭാഗം ലേഖനങ്ങൾ എന്ന് പറയുന്ന 21 പുസ്തകങ്ങളുടെ ഒരു ഗ്രന്ഥശേഖരമാണ്. അതിൽ വ്യക്തികളോടുള്ള സന്ദേശം, പ്രസ്ഥാനത്തോടുള്ള സന്ദേശം, ലോകത്തോടുള്ള സന്ദേശം എന്നീ നിലകളിലൊക്കെ ആ ഉപദേശത്തിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ലേഖനങ്ങൾ എന്നൊരു പേരോട് കൂടെയാണ് അറിയപ്പെടുന്നത്. അതിൽ കുടുംബജീവിതം എങ്ങനെയായിരിക്കണം, അതിൽ സമൂഹത്തോട് എങ്ങനെയായിരിക്കണം, രാഷ്ട്രീയ പ്രതിബദ്ധത, സാമൂഹിക പ്രതിബദ്ധത, ദാമ്പത്യ ജീവിതത്തിനോടുള്ള പ്രതിബദ്ധത, ദൈവസഭ എന്ന് പറയുന്ന വേറുപെട്ട സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത,
ദൈവത്തോടുള്ള മനുഷ്യന്റെ ഇടപെടലുകൾ ഇത്യാദി വിഷയങ്ങളൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഒരു പുസ്തകം എന്ന് പറയുന്നത് വെളിപ്പാട് എന്ന് പറയുന്ന മറനീക്കലിൻ്റെ രഹസ്യങ്ങളുടെ അനാവരണത്തെക്കുറിച്ചാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ നിലകളിൽ ഇന്ന് നാളെ എന്നുള്ള ത്രിമാന കാലഘട്ടത്തിൻ്റെ ഒരു വിശദീകരണമായി മനോഹരമായ നിലകളിൽ ഈ വെളിപ്പാട് പുസ്തകം നിലനിൽക്കുന്നു. ഇതാണ് ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ആ സന്ദേശങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള വിശുദ്ധ ബൈബിളിൻ്റെ ചെറിയൊരു ഒരു ചെറിയ വിശദീകരണം എന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വായിച്ചിട്ടുള്ള ഒരു വാക്യം, അത് ബൈബിളിൻ്റെ പുതിയ നിയമത്തിലെ 2-ാം ഭാഗമായ ചരിത്ര പുസ്തകത്തിൽ നിന്നുമാണ്. ആ പ്രസ്താവന നടത്തിയിട്ടുള്ളത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു മതാചാര്യനായിരുന്നു. ആ കാലഘട്ടത്തിൽ മതങ്ങളുടെ മാതാവായി നിലകൊള്ളുന്ന, അന്നെന്നല്ല ഇന്നും മതങ്ങളുടെ മാതാവായി നിലകൊള്ളുന്നത് യഹൂദ മതമാണ്. ആ യഹൂദ മതത്തിൻ്റെ ഏറ്റവും ഉയർന്ന തട്ടിൽ ജനിച്ച് ജീവിച്ച, ഏറ്റവും ഉയർന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ജനിക്കപ്പെടാൻ ഭാഗ്യമുണ്ടായ, മതാചാര്യ വ്യവസ്ഥകളിൽ അഗ്രഗണ്യനായി നിലനിൽക്കുന്ന പരീശ കൂട്ടത്തിൽ ഒരു പരീശന്റെ സന്തതിയായി ജനിക്കപ്പെട്ട, വിദ്യാഭ്യാസ മേഖലയിൽ കിടയറ്റ സ്വാധീനം നേടിയെടുത്തിട്ടുള്ള, മതത്തോടുള്ള ബന്ധത്തിൽ തീവ്രവാദ ബന്ധം എന്ന നിലകളിൽ നമുക്ക് ഭാഷാന്തരം ചെയ്യാൻ കഴിയുന്ന നിലകളിൽ തീവ്രമായ മതഭക്തി നിലനിർത്തുന്ന 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കഥ നമുക്ക് ആ പുസ്തകത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ മതവികാരത്തിനടിമപ്പെട്ട് മതഭ്രാന്തമൂത്ത് മനുഷ്യത്വത്തിൻ്റെ കണ്ണടഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സമകാലികരായ സമപ്രായക്കാരായ ഒരു പറ്റം ചെറുപ്പക്കാരെയും കൂട്ടി മൂർച്ച കൂട്ടി ആയുധങ്ങളുമായി അധികാരികളുടെ കയ്യിൽ നിന്നും അധികാരപത്രം വാങ്ങിക്കൊണ്ട് മതത്തിൻ്റെ ഉപദേശ സംഹിതകളെ കാത്തു സൂക്ഷിക്കേണ്ടതിന്, മതം വിഭാവനം ചെയ്ത ദൈവത്തിൻ്റെ ആ സാക്ഷ്യങ്ങൾ നിലനിർത്തേണ്ടതിന്, മത ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു മത തീവ്രവാദിയായി ആ കാലഘട്ടത്തിൽ ഉയർത്തെഴുന്നേറ്റ നസ്രായ മതമെന്ന് പറയുന്ന ക്രിസ്ത്യാനിത്വത്തിൻ്റെ പിള്ളത്തൊട്ടിലായ യെരുശലേമിലെ കൂട്ടത്തെ വേരോടെ പിഴുതെറിയുവാൻ വേണ്ടി നടത്തുന്ന ഒരു യാത്രാമധ്യേ ഒരു കൊടും ചൂടിൽ മധ്യാഹ്ന വെയിലിൽ ആ രാജവീതിയിൽ വെച്ച് യേശുക്രിസ്തുവിൻ്റെ അദൃശ്യ തേജസ്സിനാൽ പിടിക്കപ്പെടുകയും ആ യേശുവിൻ്റെ ഇടപെടലിനോടുകൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റത്തെ തുടർന്ന് പിന്നീട് മതഭ്രാന്തനായി കാപാലികത്വത്തിൻ്റെ, കാട്ടാളത്വത്തിൻ്റെ, അക്രമത്തിൻ്റെ അഴിഞ്ഞാട്ടം നടത്തിയ മനുഷ്യൻ പിന്നീട് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറയുന്ന ഒരു വലിയ ജീവിത പരിവർത്തനത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ആകമാനമായ പരിവർത്തനം അദ്ദേഹത്തിനൊരു പുതു മനുഷ്യനിലേക്കും പുതു ആശയത്തിലേക്കും പുതുജീവനിലേക്കും നയിക്കുകയാണ്. പിന്നീട് അദ്ദേഹം തൻ്റെ പൂർവ്വകാലങ്ങളിൽ സകല പാരമ്പര്യങ്ങളും വിട്ടെറിഞ്ഞിട്ട് ആ പാരമ്പര്യങ്ങളെയെല്ലാം അദ്ദേഹം ചപ്പ് ചവറ എന്ന് പറയുന്ന ഒരു വാക്കിൽ ഒതുക്കി ക്രിസ്തുവിൽ കൂടെ ലഭ്യമായിരിക്കുന്ന മഹത്തായ ജീവിതത്തിനെ കൂടുതൽ ആ ഊന്നൽ കൊടുത്ത് അതിൽ പ്രശംസിച്ചുകൊണ്ട് ക്രിസ്തു വിഭാവനം ചെയ്ത മനുഷ്യരക്ഷയുടെ ശരിയായ ഒരു വിളംബരകനായി, പ്രചാരകനായി അദ്ദേഹത്തിൻ്റെ തുടർ കാലഘട്ടങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം അവതരിപ്പിക്കുന്ന ക്രിസ്തീയ ആശയത്തിൻ്റെ, ക്രിസ്തു സന്ദേശത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിരുന്നു മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് പറയുന്നത്. ആ പുനരുത്ഥാനത്തെക്കുറിച്ച് അദ്ദേഹം സാക്ഷ്യം പറയാനുള്ള കാരണം, യേശു ക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായിരിക്കുന്ന വ്യക്തി മരിച്ചിട്ട് മൺമറഞ്ഞു പോയ കേവലം ഒരു സ്മാരകമായ ഓർമ്മയായ ഒരു ചിത്രം മാത്രമല്ല, ചരിത്രത്തിലേക്ക് മരണത്തെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് ഞാൻ അടക്കമുള്ള, അഥവാ പൗലോസ് അടക്കമുള്ള സമകാലികരായ ഒട്ടനവധി ആളുകളുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുന്നവനായി ഇന്നും ജീവിക്കുന്നുവെന്നുള്ള വ്യക്തതയുടെ അറിവിൽ നിന്നുകൊണ്ടാണ് മരിച്ചവർക്കൊരു പുനരുത്ഥാനമുണ്ട് എന്നുള്ളതായ വസ്തുതയെ അദ്ദേഹം തൻ്റെ വാക്കിൽ കൂടെയും അനുഭവത്തിൽ കൂടെയും അവതരിപ്പിക്കുന്നത്. അതൊരു മിത്തല്ല, അതൊരു സാങ്കല്പിക കഥയല്ല, അത് കേവലം ഒരു സങ്കല്പത്തിന് ഊഹാപോഹങ്ങളിൽ നിന്നുണ്ടായ ഒരു വിശദീകരണമല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെ സാക്ഷ്യമാക്കിക്കൊണ്ടാണ്
യേശു ക്രിസ്തു ഉയർത്തുവെന്നും യേശു ഉയർത്തുവെങ്കിൽ മനുഷ്യന് മരണത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ട് എന്നും അദ്ദേഹം സ്ഥാപിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല ഇത് അവതരിപ്പിക്കുന്നത്. യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത ശിഷ്യവൃന്ദങ്ങളിൽ പ്രധാനികളായ പത്രോസ് അടക്കമുള്ള എല്ലാ ശിഷ്യവൃന്ദങ്ങളും യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം അദ്ദേഹം ഒലിവുമലയിൽ നിന്നും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ആ സമയങ്ങൾ മുതൽ പിന്നീടുള്ള കാലഘട്ടങ്ങളെല്ലാം ശ്ലീഹന്മാരുടെ പ്രഭാഷണ വിഷയമെല്ലാം യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവായിരുന്നു. മരിച്ചിട്ട് ഉയർക്കാത്ത യേശുവിനെ രണ്ടാമത് വരുമെന്ന് പറയാനായിട്ട് കഴിയുമോ? ഇല്ല. മരിച്ചിട്ട് ഉയർത്തത് കൊണ്ട് തന്നെയാണ് യേശു വീണ്ടും തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരെ ചേർപ്പാൻ വരുമെന്ന് അവർ പ്രസംഗിച്ചു തുടങ്ങിയത്. ആ പ്രസംഗം തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ചു. കൊട്ടാരങ്ങളിലും കുടിലുകളിലും ഉള്ളതായിരിക്കുന്ന ആളുകൾ അവരുടെ നട്ടെല്ലിന്റെ ഏപ്പളകി, അവരുടെ കരള് കീറി, അവരുടെ ചിന്തകളിൽ വിചാര വിപ്ലവങ്ങൾ ഉണ്ടാക്കി. ഭയത്തിന്റെ ആധിക്യത്തിൽ അവർ പിടിക്കപ്പെട്ടു. രാജാക്കന്മാർ പോലും ഈ പ്രഭാഷണം കേട്ടപ്പോൾ പറയുകയാണ്, അല്പം കൊണ്ടാണെങ്കിലും ഞാൻ ക്രിസ്ത്യാനിയാകുവാൻ നീ എന്നെ സമ്മതിപ്പിക്കുന്നു എന്ന് പറയത്തക്ക നിലകളിൽ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള, ന്യായവിധിയെ കുറിച്ചുള്ള, മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ അന്നത്തെ സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കിയെങ്കിൽ അതേ സ്വാധീനം ഈ സമകാലിക സമൂഹത്തിലും ഉണ്ടാക്കുന്നുവെന്ന് പറയുന്നത് കൊണ്ടാണ്, അതിന്റെ ചലനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതുപോലെയുള്ള സുവിശേഷ സമ്മേളനങ്ങൾ മഞ്ഞും വെയിലും മഴയും മറ്റു കാര്യങ്ങളും നോക്കാതെ ഞങ്ങളാലാവുന്നത് പോലെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ഈ അമ്പരച്ചോട്ടിൽ പാരിൻ പരപ്പിൽ തീർന്നു പോകുന്നതല്ല മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. മരണമെന്ന് പറയുന്ന അവസ്ഥ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനമല്ല. മരണത്തിനപ്പുറം മനുഷ്യന് മറ്റൊരു ജീവിതമുണ്ട് എന്നുള്ള കൃത്യതയാകുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത് വിളിച്ചു പറയുവാനായി താല്പര്യപ്പെടുന്നത്. അതിപ്പോൾ മത്തായി ആണെങ്കിലും മമ്മദാണെങ്കിലും മാധവനാണെങ്കിലും മരണമെന്ന് പറയുന്നത് സത്യമാണ്. മരിച്ചാൽ ഒരു പുനരുത്ഥാനമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ പുനരുത്ഥാനം എന്ന് പറയുന്ന പ്രക്രിയ നടക്കുമ്പോൾ ആ പുനരുത്ഥാനത്തിന്റെ പ്രക്രിയയിൽ കൂടെ അടുത്ത തലം എന്ന് പറയുന്ന രണ്ട് ഭാഗമാണ്. ആ രണ്ട് ഭാഗത്തിൽ നിങ്ങൾ എവിടെ എത്തുമെന്നൊരു ചോദ്യമാണ് ഓരോ സുവിശേഷ പ്രഭാഷണത്തിൽ കൂടെയും ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ സന്ദേശം കേൾക്കുമ്പോൾ സ്നേഹിത, വഴിയരികിലോ വാഹനത്തിലോ വീടുകളിലോ മറ്റ് എവിടെയെങ്കിലൊക്കെ നിന്ന് ഇത് കേൾക്കുമ്പോൾ നിനക്കൊരു മരണമുണ്ടെന്നൊരു സത്യാവസ്ഥയെ കുറിച്ച് തിരിച്ചറിയുകയും മരണത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ടെന്നുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് വരികയും ആ ജീവിതം എവിടെ ചിലവഴിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കാൻ ചെയ്യുവാൻ ഈ യോഗത്തിന്റെ പ്രഥമ രാത്രിയിൽ ഒരു സുവിശേഷൻ എന്ന നിലയുന്നുകൊണ്ട് ദേശത്തോട് ബുദ്ധി ഉപദേശിക്കുവാൻ ഈ വേദിയെ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നു. ഇതിലേക്ക് വിളിക്കപ്പെട്ട എന്റെ മുമ്പിലുള്ള വിശുദ്ധന്മാർക്ക് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുകയാണ്. നമ്മുടെ കരമുയർത്തി കർത്താവിന് ഒരു ഹല്ലേലൂയ പറയാം. യേശു ക്രിസ്തു മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതായിരിക്കുന്ന ആശയമായിരുന്നു ക്രിസ്ത്യാനിത്വത്തിന്റെ പിള്ളത്തൊട്ടിലായിരിക്കുന്ന യെരുശലേമിൽ കൂടി വന്ന അന്നത്തെ ശിഷ്യന്മാരുടെ സമൂഹം ഈ പ്രഖ്യാപനം പരസ്യമായി നടത്തിയതുകൊണ്ട് മരണമെന്ന് പറയുന്ന അവസ്ഥകൾക്ക് മുമ്പിൽ വിധേയപ്പെടേണ്ടതായിട്ട് വന്നത്. രാഷ്ട്രീയത്തിൽ മതം കലർന്നു, മതത്തിൽ രാഷ്ട്രീയം കലർന്നു. അങ്ങനെ രാഷ്ട്രീയക്കാരും മതമേലാളന്മാരും സാമൂഹിക ദ്രോഹികളുമെല്ലാം ഒന്നോടൊന്ന് കരങ്ങൾ കോർത്തു പിടിച്ചുകൊണ്ട് നസ്രായ മാർഗത്തെ ഇല്ലാതാക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിയപ്പോഴും അവരുടെ പരിശ്രമങ്ങൾക്ക് മുമ്പിൽ, അവർ ഉയർത്തിപ്പിടിച്ച മൂർച്ചയേറിയ വാളുകൾക്ക് മുമ്പിൽ ക്രിസ്തു എന്ന് പറയുന്ന ചരിത്ര പുരുഷനെ തള്ളി പറയാതെ അവനെ അവസാന ശ്വാസം വരെ ഉയർത്തി പറയുവാൻ ആദ്യ പിതാക്കന്മാർക്കുണ്ടായ പ്രചോദനം എന്ന് പറയുന്നതിന്റെ കാരണം മരണത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ടെന്നുള്ള ആത്മീയ തിരിച്ചറിവായിരുന്നു. എന്ന് പറഞ്ഞാൽ ക്രിസ്തു വിഭാവനം ചെയ്ത രക്ഷയുടെ മാർഗം മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല, മരണത്തിനപ്പുറത്തേക്ക് നയിക്കുന്ന ഒരു മാർഗമാണ്. മരണം ഒരു ഭക്തനെ ഒരിക്കലും പരാജയപ്പെടുത്തുന്നില്ല, അവനെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്നില്ല. മരണം ഏത് വിധത്തിൽ നമുക്ക് മുമ്പിലേക്ക് രംഗപ്രവേശനം ചെയ്താലും ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തിന്റെ ആഴക്കയങ്ങളിൽ നിന്നും യേശു ക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യത്തിന്റെ അമൂല്യമായ അനുഭവത്തിലേക്ക് ഉയർത്തു വരുമെന്നുള്ളൊരു പ്രത്യാശ ഞങ്ങളുടെ ഉള്ളത്തിലുള്ളത് കൊണ്ട് ഇന്ന് രാത്രി മരണം അതിന്റെ മരണപ്പെയ്ത്ത് നടത്തിയാലും അതിനു മുമ്പിൽ ഞങ്ങൾ നെഞ്ചും നെറ്റും എടുത്ത് പിടിക്കുവാൻ കാരണം ക്രിസ്തു ഉയർത്തുമെന്നുള്ള ഭാഗ്യകരമായ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ സ്നേഹിത, നിർമ്മല സുവിശേഷത്തിന്റെ അവതരണത്തിന്റെ ഭാഗമായി ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നു. ഇന്ന് രാത്രി നീ മരണപ്പെട്ടാൽ
നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? ഇന്ന് രാത്രി നിന്റെ പ്രാണന ദൈവം തിരികെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചതെല്ലാം ആർക്കാകും? കെട്ടിപ്പിടിച്ചും വെട്ടിപ്പിടിച്ചും നീ നേടിയിട്ടുള്ളതായിരിക്കും സകല വസ്തുതകളും ഒരു പ്രളയത്തിലോ കോവിഡിലോ മഹാമാരിയിലോ ഒരു പെരുമഴയിലോ തീർന്നു പോകുമ്പോൾ തീർന്നു പോകാത്ത മഹത്തായിരിക്കുന്ന ഒരു സമ്പാദ്യത്തിലേക്ക് വരേണ്ടതിന് ഇന്ന് രാത്രി മരണത്തിനപ്പുറമുള്ള ജീവിതം വിഭാവനം ചെയ്ത ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഇന്ന് രാത്രി ഉച്ചഭാഷണ സഹായത്തോടെ ഞാൻ നിങ്ങളെ സാദരം സ്വാഗതം ചെയ്യുകയാണ്. അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഭൂമിയിലെ മനോഹരമായിരിക്കുന്ന ജന്മം അർത്ഥശൂന്യമായി പോകുമെന്നും കൂടെ ഓർപ്പിക്കാൻ ഈ സമയം ഞാനിവിടെ വിനിയോഗിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ട്, ഉപവാസ പ്രാർത്ഥനയുടെ മൂർച്ചയേറിയ ആത്മാവിൻ്റെ ആ ചൂട് പിടിച്ച അനുഭവത്തിലിരിക്കുന്ന ദൈവജനത്തോട് ഒരു പ്രസംഗം വേറൊരു തരത്തിൽ നടത്തിയാൽ ആരാധനയുടെ ഒരു കൊടുങ്കാറ്റ് ഇവിടെ ഉയരും, അന്യഭാഷകൾ ഇവിടെ തോരാമഴയായി തീരും, കയ്യടിയുടെ പ്രവാഹങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒരു ആത്മീയ അന്തരീക്ഷത്തിന്റെ ചൂടുപിടിച്ച അനുഭവങ്ങൾ ഈ തണുത്ത കാലാവസ്ഥയിൽ നിന്ന് കത്തുമെന്ന് എനിക്കറിയാം. പക്ഷേ അത് ദൈവജനത്തിന് മാത്രമേ ആകുന്നുള്ളൂ. പൊതുലോകം ഇത് കണ്ട് കണ്ണുമിഴിക്കുമെന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ചൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാൽ ആത്മാവിൽ ചൂടുപിടിച്ചിരിക്കുന്ന ദൈവജനത്തെ സാക്ഷ്യമാക്കി തണുത്തും മരച്ചും മണ്ണടിഞ്ഞു കിടക്കുന്ന മരണത്തിന് വേണ്ടി കാലും നീട്ടിയിരിക്കുന്ന സമൂഹത്തോട് മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്രസ്താവന നടത്തിയാൽ നാം അനുഭവിക്കുന്ന ആത്മസാന്നിധ്യത്തിന്റെ അതുല്യമായ അനുഭവത്തിലേക്ക് ഇരുട്ടിന്റെ കോട്ടകളെ തകർത്ത് പാരമ്പര്യത്തിന് മതിൽക്കെട്ടുകളെ തകർത്ത് ആമേൻ പാപത്തിന്റെ സ്വാധീന വലയത്തിൽ നിന്നും ഒരു പറ്റം ആളും കൂടെ കടന്നു വന്നാൽ അതല്ലേ ഉപവാസ പ്രാർത്ഥനയുടെ മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നു മുതൽ ആരംഭിച്ചിട്ടുള്ള സുവിശേഷ സമ്മേളനത്തിൽ ദേശത്തിൽ ചില കുടുംബങ്ങൾ വ്യക്തികൾ വിടുവിക്കപ്പെടുമെന്നുള്ള ആത്മഭാരത്തിന്റെ പ്രതീക്ഷയോടെ തരമടിച്ച് നമുക്ക് അല്പസമയം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. പാപത്തിന്റെ വലിയ സ്വാധീനത്തിൽ പെടുത്തി മനുഷ്യരെയും അടിമയാക്കി വെച്ചിരിക്കുന്ന ഇരുട്ടിന്റെ കോട്ടകളുമേൽ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ ശക്തമേറിയ പ്രഹരമുണ്ടാകുവാൻ, ദൈവവചനത്തിന്റെ വാളുകൾ അവരുടെ ഹൃദയത്തിനകത്ത് നൽകി തുളച്ചു ചെല്ലാൻ, പിശാചിന്റെ നടപ്പാതകളിൽ നിന്നും മനുഷ്യൻ വഴിപിരിഞ്ഞു വന്ന് ക്രിസ്തു രാജ്യത്തിന്റെ കിടാവിളക്കുകളായ തീരത്തക്ക നിലകളിൽ ദൈവാത്മാവ് ദേശത്ത് പ്രവർത്തിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രത്യാശയുടെ ആത്മനിർവിൽ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ഇന്ന് രാത്രി ദേശത്തെ അടക്കി വാഴുന്ന പിശാചിന്റെ കോട്ടക്കൊത്തിൽ ഇടിഞ്ഞു വീഴുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ വന്നതായ പാപമംഗലമായ ജീവിത വ്യവസ്ഥകളിൽ നിന്നും വഴിപിരിഞ്ഞ് ക്രിസ്തുവിന്റെ ജീവ വെളിച്ചത്തിലേക്ക് ഒരു കൂട്ടം ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ഉണർവിന്റെ നാളുകളാണ് വരാൻ പോകുന്ന പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട്? അടങ്ങിയിരിക്കണ്ട. ഇന്ന് രാത്രി ഈ വാഗ്ദത്തങ്ങളെ ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്. ദൈവദാസന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയും ചിലവും ആമേൻ നിങ്ങൾ ചെയ്യുന്ന അധ്വാനങ്ങളും വൃഥാവാകാതെ ഇന്ന് രാത്രിയിൽ പുനരുത്ഥാനത്തിന്റെ പരിവർത്തന ശക്തി ഈ ദേശത്ത് ഈ ഗ്രാമത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസ് ഈ ആശയത്തെ അവതരിപ്പിക്കുമ്പോൾ ഞാൻ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പുനരുത്ഥാനം കഴിഞ്ഞുപോയി എന്ന് പറയുന്ന ആളുകളും അന്നുണ്ടായിരുന്നു, പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന ആളുകളും അന്നുണ്ടായിരുന്നു. പുനരുത്ഥാനമില്ല എന്ന് പറഞ്ഞിരുന്നത് സാധുക്യരെന്ന് പറയുന്ന മതത്തിന്റെ മറ്റ് ചില വക്താക്കളാണ്. അവർ മനുഷ്യന്റെ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കാത്ത ആളുകളാണ്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ദൈവകൃപയെ അനുഭവിച്ചിട്ട് ദൈവകൃപയുടെ സത്വചന ഉപദേശ സംഹിതകളിൽ നിലനിന്നിട്ട് പിന്മാറിപ്പോയി ക്രൂശിന്റെ ശത്രുക്കളായി ക്രൂശിലേക്ക് അണിനിരക്കുന്നതായ ആളുകളെ വഴിതിരിച്ചു വിടുന്ന ദുരുപദേശ സംഘടനയുടെ വക്താക്കളായ ചില ആളുകൾ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് പ്രത്യാശപൂർവം കാത്തിരുന്ന ആ സാഹചര്യത്തിൽ ഉള്ള ആളുകളെ പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറയുന്ന ജ്ഞാനവാദത്തിന്റെ ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രത്യാശ തല്ലിക്കെടുത്തുന്ന ഭാഗവും ഈ ബൈബിൾ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ആ രണ്ട് ഭാഗത്തിലേക്ക് ഞാൻ വരുന്നില്ല, പക്ഷെ ഒരു സൂചന ഞാൻ തരാം. പുനരുത്ഥാനം കഴിഞ്ഞിട്ടുമില്ല, പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ കരുതുകയും വേണ്ട. മരിച്ചവർക്ക് പുനരുത്ഥാനമുണ്ട്, അത് കഴിഞ്ഞിട്ടില്ല, അത് വരാൻ പോകുകയാണ്. അത് എന്നാണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ കാഹളം മുഴങ്ങുന്ന സമയത്ത് അവന്റെ ആ ശബ്ദം കേൾക്കുന്നവർ
ചിലർ ജീവനായും ചിലർ ന്യായവിധിക്കായിട്ടും എഴുന്നേൽക്കപ്പെടുമെന്ന് വിശുദ്ധ ബൈബിൾ കൃത്യമായി പറയുന്നു. ബൈബിൾ അവതരിപ്പിക്കുന്ന പുനരുത്ഥാനം എന്ന് പറയുന്ന ആശയം പുനർജന്മവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പുനർജന്മം വേറെ, പുനരുത്ഥാനം വേറെ. പുനരുത്ഥാനം എന്ന് പറയുന്നത് ഞാൻ മരിച്ചു, എൻ്റെ ശരീരം ഈ മണ്ണിലടക്കി കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവത്തിനാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. പുനർജന്മം എന്ന് പറയുന്നത് ഞാൻ മറ്റൊരു ദേഹത്തിലേക്ക് പ്രവേശിക്കുന്ന ആശയത്തിനാണ് പുനർജന്മം എന്ന് പറയുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്ന ആശയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. മരണശേഷം മനുഷ്യൻ എലിയും പുലിയും പുൽച്ചാടിയും പൂച്ചയും ഒക്കെയായി ജനിക്കപ്പെടുമെന്ന് പറയുന്ന ആശയമാണ് പുനർജന്മ ആശയമെന്ന് പറയുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നു പുനർജന്മമല്ല, പുനരുത്ഥാനം. അവൻ ശരീരത്തിലിരുന്നപ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനനുസരിച്ച് പ്രാപിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ കോടതിക്ക് മുമ്പിൽ നിൽക്കേണ്ടതിന് ഞാനായിട്ട് തന്നെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു ദിവസം. ഇന്ന് രാത്രി ദേശത്തോട് ഞാൻ ഒരു സന്ദേശം പറയാം. നിന്റെ മരണത്തിന് മുമ്പ് മാൻ പവറിന്റെയും മസിൽ പവറിന്റെയും മണി പവറിന്റെയും അകമ്പടിയിൽ നിന്നിട്ട് പ്രായത്തിന്റെ ചാബല്യത്തിലോ അധികാര ശ്രേണിയുടെ ബന്ധത്തിലോ പണക്കൊഴുപ്പിലോ തന്റെ ഇടത്തിലോ ആയുധ പരിശീലനത്തിന്റെ അറിവിലൊക്കെ നിന്നുകൊണ്ട് ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് അനുസരിച്ചുള്ള കുറ്റകൃത്യങ്ങളുടെ ശിക്ഷകൾ വിധിക്കത്തക്ക നിലകളിൽ ഇവിടെ താങ്കൾ ചെയ്ത കുറ്റകൃത്യങ്ങൾക്കനുസരിച്ച് പിടിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തില്ലെന്ന് കരുതി ദൈവത്തിന്റെ കോടതിക്ക് മുമ്പിൽ നിന്നും ഒഴിഞ്ഞു പോകാനായിട്ട് ഒരിക്കലും ഇടവരികയില്ല എന്ന ഭീകരമായ സത്യം ഇന്ന് രാത്രി ദേശത്തിലെ ചില ആളുകൾ തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നു. താങ്കൾക്ക് കഴിവുണ്ടെന്ന് പറയുന്ന കാര്യം ശരിയാണ്. അറിവുമുണ്ട്, അധികാരവുമുണ്ട്, പണവുമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അത് നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാതെ അക്രമത്തിനും അരാജകത്വത്തിനും അധാർമികതയ്ക്കും വേണ്ടി അത് ചിലവഴിച്ചിട്ട് ഒടുവിൽ മരിക്കപ്പെടുകയാണെങ്കിൽ ആ മരണത്തിന് ശേഷം ചെയ്തു കൂട്ടിയ സകല അതിക്രമത്തിനും ദൈവത്തിന് മുമ്പിൽ എണ്ണി ഉത്തരം കൊടുക്കേണ്ടതായി വരും. അന്ന് ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. അന്ന് വിടുവിക്കപ്പെടാൻ മറ്റൊരു വഴി ഇല്ലാത്തത് കൊണ്ടാണ് ജീവനോടെ ഇരിക്കുമ്പോൾ ദൈവത്തിന് ന്യായവിധിയുടെ കരങ്ങളിൽ നിന്ന് ഒഴിവുള്ളവരായി തീരേണ്ടതിന് യേശു ക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായ വ്യക്തിയിൽ കൂടെ ദൈവം ഒരു വഴി തുറന്നിട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നത് യേശു ക്രിസ്തു എന്ന് പറയുന്ന ജീവനുള്ള പുതുവഴിയെ കുറിച്ചാണ്. ന്യായവിധിയിൽ നിന്ന് വിമോചനം തരാൻ പര്യാപ്തമായി ഈ ഭൂമിയിലേക്ക് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പകരക്കാരനായി ബലിമൃഗമായി അവതരിക്കപ്പെട്ട യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ന്യായവിധിയിൽ നിന്നും ഒരു മനുഷ്യനും ഒരു ഒഴിവുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞത് മറ്റൊരുത്തനിൽ രക്ഷയില്ല, രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ യേശുവല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് പറയുന്നത്. അത് തന്നെ ഞങ്ങൾ ഇന്ന് രാത്രിയിലും ഇവിടെ പറയുന്നു. ന്യായവിധിയിൽ നിന്നും ഒഴിവാകുവാൻ ഒരേ ഒരു വഴി, അത് യേശു ക്രിസ്തു മാത്രമാണ് എന്ന് പറയുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അത് ഞങ്ങളുടെ അനുഭവമാണ്. അപ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനം അത് ഇവിടെ എന്നും തീരുന്ന 1-2 ദിവസങ്ങൾ കൊണ്ട് വിശദീകരിച്ച് തീർക്കാൻ കഴിയുന്നതായ കാര്യങ്ങളൊന്നുമല്ല. അതിൻ്റെ ആശയങ്ങൾ ഒരുപാടുണ്ട്, അതേറെയാണ്. അതുകൊണ്ട് പുനരുത്ഥാനം കഴിഞ്ഞുവെന്നോ പുനരുത്ഥാനം ഇല്ല എന്നോ ചിന്തിച്ച് വ്യർത്ഥമായ ജീവിതം ചെയ്യേണ്ട. സമയം അധികമില്ല. ഒരു ഗ്യാരണ്ടിയും പറയാത്ത ജീവിതത്തിനുടമകളാണ് എല്ലാ മനുഷ്യരും. ആക്സിഡന്റ് ആണോ, രോഗമാണോ, പ്രകൃതി ദുരന്തമാണോ, എന്താണ് സംഭവിക്കുന്ന അറിയാൻ പോകുന്നില്ല. മരണമെന്ന് പറയുന്ന കറുത്ത വേട്ടനായ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലേക്ക് ഓടിയെത്തും. രംഗബോധമില്ലാത്ത കോമാളിയായ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ മരണത്തിനപ്പുറം ഒരു ജീവിതം ഉള്ളത് കൊണ്ട് അത്തരത്തിൽ അനുഭവത്തിലേക്ക് പോകും മുമ്പ് യേശു ക്രിസ്തു ഒരുക്കിയിരിക്കുന്ന രക്ഷാ പദ്ധതിയെ കുറിച്ച് തിരിച്ചറിയണമെന്ന് നിങ്ങളുടെ അമ്മയ്ക്ക് പിറക്കാതെ പോയ ഒരു സഹോദരൻ നിലയിൽ നിന്നുകൊണ്ട് ഒരു സുവിശേഷകനായി ലളിതാവതരണത്തിൽ കൂടെ ഞാൻ ഈ കാര്യം ബുദ്ധി ഉപദേശിക്കുകയാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മൂന്ന് വിധ പുനരുത്ഥാനത്തെ കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ പുനരുത്ഥാനം
ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. രണ്ടാമത്തെ പുനരുത്ഥാനം വിശ്വാസിയുടെ പുനരുത്ഥാനം. മൂന്നാമത്തെ പുനരുത്ഥാനം നീതി കെട്ടവരുടെ പുനരുത്ഥാനം. 3 പുനരുത്ഥാനമാണ്. പുനരുത്ഥാനത്തിന്റെ കേന്ദ്രമായിട്ട് നിലനിൽക്കുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, യേശു ക്രിസ്തു ഉയർത്തില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം തെറ്റാണ്. യേശു ക്രിസ്തു ഉയർത്തില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം തെറ്റാണ്. യേശു ക്രിസ്തു ഉയർത്തില്ലെങ്കിൽ ഞങ്ങൾ അനുശാസിച്ച് വന്നതായ ഈ രക്ഷാശാസ്ത്രത്തിന്റെ പ്രഖ്യാപനങ്ങളെല്ലാം തെറ്റായി മാറുകയാണ്. അതങ്ങനെ തെറ്റായി വരികയില്ലല്ലോ. അതിന് കാരണം യേശു ക്രിസ്തു ഉയർത്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് യേശു ക്രിസ്തു ഉയർത്തു എന്നുള്ളതിന്റെ തെളിവ്? യേശു ക്രിസ്തു ഉയർത്തുവെങ്കിൽ മനുഷ്യന് ഉയർപ്പുണ്ട് എന്നുള്ള ആ കാര്യം സ്ഥാപിക്കുവാനായിട്ട് ഞാൻ അവതരിപ്പിക്കുന്ന ആശയത്തിൽ ഒന്നാമത്തെ ഭാഗമാണ് യേശു ക്രിസ്തു ഉയർത്തു എന്നുള്ളത്. യേശു ക്രിസ്തു ഉയർത്തു എന്നുള്ളതിന്റെ തെളിവെന്താണ്? ഭൂമിശാസ്ത്രപരമായിട്ട് മാത്രം ഒന്ന് വിലയിരുത്തിയാൽ, ഈ വേദഭാഗത്തെ പഠനത്തിന് വേണ്ടി വിധേയപ്പെടുത്തിയാൽ, ഈ വിഷയത്തെക്കുറിച്ച് ഒരു വിശകലനം ചെയ്താൽ ഭൂമിശാസ്ത്രപരമായി ലഭിക്കപ്പെടുന്ന ഒരു വലിയ തെളിവുണ്ട്. അത് പാലസ്തീനിലെ കല്ലറയാണ്. പാലസ്തീനിലെ കല്ലറ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്ന സന്ദേശം എന്താണ്? അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്നൊരു സന്ദേശമാണ്. ഇനി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ മറ്റൊരു തെളിവ് എന്താണ്? ഒരുപാട് തെളിവുകളിലേക്ക് പോകാൻ ഞങ്ങളുടെ പക്കൽ തെളിവുകളുണ്ട്. പക്ഷെ ഒരു തെളിവ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എന്നെ ഞാനാക്കി തീർത്തത് ഞാൻ ജനിച്ചു വീണതായിരിക്കുന്ന മതപശ്ചാത്തലങ്ങളോ മറ്റ് സാഹചര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് സംഭവിച്ചതുകൊണ്ടാണ് ഞാനൊരു പുതു മനുഷ്യനായി തീർന്നു. എൻ്റെ എന്ന് മാത്രമല്ല, എനിക്ക് ചുറ്റിനുമുള്ള പലരുടെയും ജീവിതം അങ്ങനെയായിരുന്നു. എന്നാൽ ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഈ വെള്ള വസ്ത്രം പോലെ ജീവിതം പരിപാവനമായി പരിശുദ്ധമായി സമാധാന സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് വന്നിട്ട് കുടുംബത്തിനും നാടിനും സമൂഹത്തിനും ഒരു അനുഗ്രഹമായി തീരാനുള്ള കാരണം യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കൊണ്ടാണ്. ആ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അവന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാനും അവന്റെ സാന്നിധ്യത്താൽ ഞങ്ങൾക്ക് ജീവിതത്തിൽ പരിവർത്തനം കിട്ടിയത് കൊണ്ടാണ് ഈ ജീവിതം ഇത്രത്തോളം ധന്യകരമായി തീർന്നത്. പ്രിയപ്പെട്ട സ്നേഹിതരെ, ഭൂമിശാസ്ത്രപരമായ തെളിവുകളും എൻ്റെ ജീവിതത്തെ അനുഭവത്തെ സാക്ഷ്യമാക്കി ഞാൻ ഇന്ന് രാത്രിയിൽ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന് ഒരു പരിവർത്തനം ഉണ്ടാകാൻ ഏക വഴി യേശു ക്രിസ്തുവിലേക്ക് വരിക എന്നുള്ളത് മാത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞതായിരിക്കുന്ന 3 ആശയങ്ങളുണ്ട്. അതിൽ ബൈബിൾ വിഭാവനം ചെയ്യുന്ന ആശയത്തിൽ ഒന്നാമത്തെ കാര്യമാണ് പാപം. മരണമെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടല്ലേ പുനരുത്ഥാനം എന്ന് പറയുന്ന ഒരു അവസ്ഥയും ഉള്ളത്. മരണമില്ലെങ്കിൽ പിന്നെ പുനരുത്ഥാനം ഇല്ലല്ലോ. എന്തായാലും പുനരുത്ഥാനം ഇല്ലെന്ന് പറഞ്ഞാലും മരണമില്ലെന്ന് ആരും പറയില്ലല്ലോ. മരണം ഒരു യാഥാർത്ഥ്യമാണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഈ കാട്ടിക്കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും, രാവിലെ എഴുന്നേറ്റ് നടക്കുന്നത്, നല്ല ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ തന്നെ ജിംനേഷ്യത്തിൽ പോകുന്നത്, നല്ല മരുന്ന് കഴിക്കുന്നത്, നല്ല നല്ല വീടുകളിൽ പാർക്കാൻ ശ്രമിക്കുന്നത്, നല്ല നല്ല വാഹനങ്ങളിൽ സുരക്ഷമായി സഞ്ചരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ പെട്ടെന്ന് മരിക്കാനോ അപകടത്തിലും രോഗത്തിലൊന്നും ആകെ പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. മരണത്തെ എല്ലാ മനുഷ്യരും ഭയക്കുന്നു. മരണത്തെ ഭയക്കാൻ കാരണം എന്താണ്? മരണം അത്രത്തോളം ഭീകരമായതുകൊണ്ടാണ്. മരണം മനുഷ്യന്റെ മനസ്സിനെ വല്ലാതെ കുത്തിനോവിക്കുന്നു. ബൈബിൾ മരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ അവസാനത്തെ ശത്രുവാണ് മരണം എന്നാണ്. എന്നാൽ ബൈബിൾ പിന്നീട് പറയുന്നു, അവസാന ശത്രുവായിരിക്കുന്ന മരണത്തെ പോലും ഭയക്കാത്തവരാണ് ക്രിസ്തീയ പ്രത്യാശയുള്ള ദൈവമക്കൾ എന്ന് പറയുന്നത്. കാരണം അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്, ക്രിസ്തു പുനരുത്ഥാനം ചെയ്തുകൊണ്ട് ഞങ്ങളും പുനരുത്ഥാനം ചെയ്യും എന്നുള്ളതായിരിക്കുന്ന ഉറപ്പ്. ആ ഉറപ്പിലേക്കാണ് ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ സന്ദേശത്തിൽ കൂടെ ദേശനിവാസികളെ, പ്രിയപ്പെട്ടവരെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മരണം എങ്ങനെയാണ് വന്നത്? മരണത്തിന്റെ ആവിർഭാവം ഏത് നിമിത്തമാണ്? അതിനെക്കുറിച്ച് കൃത്യമായി അവതരിപ്പിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ബൈബിൾ അവതരിപ്പിക്കുന്ന 3 ആശയം: 1 പാപത്തിന്റെ വിമോചനം, 2 മരണത്തിൽ നിന്നുള്ളതായ പുനരുത്ഥാനം, 3 യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്ന രണ്ടാമത്തെ പ്രത്യക്ഷത. ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതില് പാപം എന്ന് പറയുന്ന സമസ്യ മനുഷ്യ ജീവിതത്തിൽ വന്നതോടുകൂടെ പാപം വിഭാവനം ചെയ്ത ആശയമാണ് മരണം എന്ന് പറയുന്നത്. മരണം പാപത്തിന്റെ സംഭാവനയാണ്, പാപത്തിന്റെ ശമ്പളമാണ്. തെറ്റിനൊരു ശിക്ഷയുണ്ട്. ഈ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും, അതിപ്പോൾ നമ്മുടെ രാഷ്ട്രപതി മുതൽ
നമ്മുടെ നാട്ടിലെ ഒരു കുടിലുമില്ലാത്ത പൊടിയിൽ കിടക്കുന്ന ദരിദ്രനായ ഒരു യാചകനായിരിക്കുന്ന മനുഷ്യനടക്കം വരെയുള്ള ആളുകൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിച്ചാൽ, അതിന് വിരുദ്ധമായിട്ട് ജീവിച്ചാൽ അയാൾ കുറ്റവാളി എന്ന് പറയുന്ന മറ്റൊരു തലത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അയാൾ കുറ്റവാളിയാണ് എന്ന് നിയമത്തിന് മുമ്പിൽ തെളിഞ്ഞാൽ നിയമം തന്നെ വിഭാവനം ചെയ്യുന്ന ആ കുറ്റകൃത്യത്തിന്റെ ശിക്ഷാവിധിയിലേക്ക് മാറ്റപ്പെടണം എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഒരു കുറ്റത്തിന് ഒരു ശിക്ഷ ഒരു രാജ്യം നമുക്ക് മുമ്പിൽ വിഭാവനം ചെയ്തിട്ടുണ്ടെങ്കിൽ മാനവജാതിയോടുള്ള ബന്ധത്തിൽ ദൈവം മനുഷ്യന്റെ തെറ്റിന് കൊടുത്തിട്ടുള്ള ശിക്ഷയാണ് മരണമെന്ന് പറയുന്നത്. പക്ഷേ ആ മരണം കൊണ്ട് ആ കുറ്റവാളി ഇല്ലാതാകുകയല്ല, അതാണ് അതിൽ ഏറ്റവും ഭയാനകരമായിരിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്. ആ ശിക്ഷാവിധികൾ കൊണ്ട് അയാളുടെ കുറ്റകൃത്യമില്ലാതാകുകയോ അയാൾ ഇല്ലാതാകുകയോ ചെയ്യുകയില്ല. ബൈബിൾ അവതരിപ്പിക്കുന്ന ശിക്ഷാവിധി എന്ന് പറയുന്നത് അനന്തകോടി വർഷങ്ങൾ നിലനിൽക്കുന്ന നരക തുല്യമായിരിക്കുന്ന ജീവിതത്തെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ബൈബിൾ അവതരിപ്പിക്കുന്ന ഒരു ഒറ്റ വാക്കുണ്ട്, ഇറ്റേണിറ്റി, അല്ലെങ്കിൽ നിത്യത. അത് സ്വർഗത്തെക്കുറിച്ച് മാത്രം കാണിക്കുന്ന ഒരു വസ്തുതയല്ല. നിത്യനാശമായിരിക്കുന്ന നരക ജീവിതത്തെയും നിത്യത എന്ന് തന്നെയാണ് ബൈബിൾ വിളിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നിത്യത എന്ന് പറയുന്ന മഹത്തായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ബൈബിളിൽ കൂടെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, നിത്യത എന്ന് പറയുന്ന വസ്തുതയെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഏത് നിത്യത തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ചിന്ത. ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള നിത്യത എന്ന് പറയുന്നത് ജീവൻ തന്നിട്ടുള്ള, മരണത്തിൽ ഞങ്ങൾ ഉയർപ്പിച്ചിട്ടുള്ള, മരണത്തിന് കാരണമായ പാപത്തിന്റെ ആ വലിയ തടങ്ങൾ കോട്ട് ഞങ്ങളെ രക്ഷിച്ചിട്ടുള്ള ക്രിസ്തുവിനോട് കൂടെയുള്ള വാസമാണ്. അത് അനന്തകോടി വർഷങ്ങൾ നിലനിൽക്കുന്നു. സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന, കഷ്ടതയും കണ്ണുനീരുമില്ലാത്ത, വിശപ്പും ദാഹങ്ങളുമില്ലാത്ത, യാതൊരു വിധമായ ബാധ്യതകളൊന്നുമില്ലാത്ത, സന്തോഷത്തിന്റെ പരിപൂർണതയുടെ അതുല്യമായിരിക്കുന്ന ആനന്ദത്തിന്റെ അനുഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഭാഗ്യകരമായിരിക്കുന്ന ഒരു ജീവിത വ്യവസ്ഥ. അതാണ് മരണത്തിനപ്പുറമുള്ള ഭക്തന്റെ ജീവിതത്തിന്റെ ക്രമമെന്ന് പറയുന്നത്. ക്രിസ്തുവിൽ ഇല്ലാത്തവർക്കോ, ക്രിസ്തുവിൽ ജനിക്കാതെ, ക്രിസ്തുവിൽ മരിക്കാതെ, ക്രിസ്തുവിൽ ജീവിക്കാതെ ജീവിതം കൈവിട്ടു പോയിരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അതാണ് ഏറ്റവും ഭീകരമായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ ചില പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഇനി മരണമല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് ചിന്തിക്കുന്ന ചില ആളുകളും, അതുമാത്രമല്ല എല്ലാം ഉണ്ടായിട്ട് ഉറങ്ങാൻ കഴിയാതെ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിന് വല്ലാതെ വേട്ടയാടിയിട്ട് ഭയചകിതമായിരിക്കുന്ന അനുഭവത്തിൽ ഉറങ്ങാൻ പോലും കഴിയാതെ, ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ, ചെയ്യുവാനുള്ളതായിരിക്കുന്ന തൊഴിലുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയാതെ മരണഭീതിയിലായിരിക്കുന്ന ചില ആളുകൾ താങ്കളുടെ ഉള്ളിൽ കൂടുകൂട്ടിയിരിക്കുന്ന മരണഭയത്തെ ഇല്ലാതാക്കാൻ ഒരേ ഒരു വഴി യേശു ക്രിസ്തുവിനെ അടുത്തറിയുക എന്നുള്ളതാണ്. മാറാരോഗത്തിന്റെ കരിപുരണ്ട അവസ്ഥകളിൽ പിടിക്കപ്പെട്ടിട്ട് അടുത്ത നിമിഷം മരിക്കുമെന്നുള്ളതായിരിക്കുന്ന ചിന്തകളിൽ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവരും ചെവി തുറന്നു കേട്ടോ, നിന്നെ മരണത്തിലേക്ക് തള്ളിവിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ ഇനിയും ജീവിച്ചിരിക്കാൻ ദൈവം തന്റെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. നിനക്കൊരു സോഴ്സ് കർത്താവ് ഇന്ന് രാത്രി തുറന്നു തരുന്നു. യേശുവിനെ അറിയുവാൻ ഇന്ന് രാത്രി നിന്റെ മനസ്സിനെ ചായ്ക്കാൻ കഴിഞ്ഞാൽ മരണം പിടിമുറുക്കിയിരിക്കുന്ന കരാളകത്തത്തിൽ നിന്നും ഇന്ന് രാത്രി സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് നിന്നെ ജീർണിച്ച ശാരീരിക വ്യവസ്ഥകളിലേക്ക് മരണത്തിന് വേരോട്ടങ്ങളെ ഇല്ലാതാക്കി ജീർണിച്ചിരിക്കുന്ന നാടിഞരമ്പുകൾ, അസ്ഥിപഞ്ജരങ്ങളിൽ ദൈവത്തിന്റെ ജീവന്റെ നീർച്ചാലുകളെ തുറന്നു വിട്ടിട്ട് ഇനി മാരകത്തോടെ ഇരിക്കത്തക്ക നിലകളിൽ യെഹിസ്കീയാവിന്റെ ജീവിതത്തിന്റെ ആയുസ്സിനെ നീട്ടിക്കൊടുത്ത ദൈവം ഇന്ന് രാത്രി താങ്കൾക്ക് മുമ്പിൽ വന്ന് ആഹ്വാനം ചെയ്യുന്നു, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന്. ജീവിതത്തിന്റെ താളപ്പിഴകൾക്ക് മുമ്പിൽ, കുടുംബ ജീവിതത്തിന് മുമ്പിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, സാമ്പത്തിക പ്രതിസന്ധിയിൽ, പ്രേമ നൈരാശ്യത്തിൽ, ജോലിയില്ലായ്മയിൽ, മക്കളുണ്ടാകാത്തതിൽ, കൂട്ടുകാർ ചതിച്ച ചതിയുടെ അകത്തലങ്ങളിൽ പൊക്കപ്പെട്ടുപോയി മരണമാണ് ഇനി മാർഗമെന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിൽ കയറിടാനായിട്ട് കാത്തിരിക്കുന്നവരും, കയ്യിൽ വിഷക്കുപ്പിയുമേന്തി കയ്യിൽ കടാരയും പിടിച്ച് വീട്ടിലുള്ളവരെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് കിണറ്റിൽ ചാടി ചാകാനിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയുന്നു, മരണത്തിന്റെ പാശങ്ങളെ അഴിച്ചു കഴിഞ്ഞിട്ട് നിന്റെ ജീവിത ദുഃഖങ്ങളെ ഇല്ലാതാക്കി ജീവിതത്തിൽ ഒരു പുതിയ പരവതാനി, സുഗന്ധപൂരിതമായിരിക്കുന്ന ഒരു പൂങ്കാവനം ഒരുക്കി നീ ജീവിച്ചിരുന്ന് ക്രിസ്തു ദൈവമാണെന്ന് വെളിപ്പെടുത്തത്തക്ക നിലകളിൽ നിന്റെ ജീവിതത്തെ മേൽ പരിവർത്തിക്കാൻ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ ഇടപെടലുകൾ
കർത്താവ് നിനക്ക് വേണ്ടി അയക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനുദിന വാർത്തകൾ നമുക്ക് ലഭിക്കപ്പെടുന്നത് കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. 400-ലധികം കൊലപാതകമാണ് ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ നടന്നത്. കുറ്റകൃത്യങ്ങൾ അനുദിനവും വർദ്ധിക്കുന്നു. കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ നിലനിൽക്കുന്നവരാരാണ്? 10 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഇടയിലുള്ള പ്രായത്തിലുള്ള ചെറുപ്പക്കാരാണ് കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും അധികം അകപ്പെടുന്നത്. രാസലഹരിയായിരിക്കുന്ന MDMA അടക്കമുള്ള ലഹരിയുടെ മായിക വലയത്തിൽ പിടിക്കപ്പെട്ടിട്ട് മനസ്സും മനസാക്ഷിയും തകർന്നവരായി, മൃഗതുല്യരായി, മരണത്തിന്റെ ദൂതന്മാരായി അഴിഞ്ഞാട്ടം നടത്തുന്ന വാർത്തകൾ ഈ അടുത്ത ദിവസവും തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കപ്പെട്ടു. വീട്ടിൽ ഉറങ്ങിക്കിടന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു പറ്റം ചെറുപ്പക്കാർ വിളിച്ചിറക്കി കത്തികൊണ്ട് കുത്തിയും കല്ലുകൊണ്ട് ഇടിച്ചും അവനെ കാലാവധിക്ക് അയച്ചതായിരിക്കുന്ന വാർത്ത ദുഃഖത്തോടു കൂടിയാണ് നമ്മൾ കേട്ടത്. കുറച്ചു നാൾ മുമ്പ് അതേ പ്രതികൾ മറ്റൊരു യുവാവിനെ ഇത്തരത്തിൽ കൊന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ TV-യിൽ കൂടെ കണ്ടതാണ്. ഈ അടുത്ത് പോയ ദിവസം ഒരു ചാനലിൽ ഗുണ്ടാ നേതാവിരുന്ന് സമൂഹത്തോട് സംസാരിക്കുന്ന ഒരു കാര്യവും നമ്മൾ അതിവേദനയോടും വളരെ ഭയത്തോടും കൂടിയാണ് കണ്ടത്. കുറ്റകൃത്യങ്ങൾക്ക് നീണാൽ വാഴുവാനുള്ള സാഹചര്യമായി ഇന്നത്തെ സമൂഹം തീർന്നിരിക്കുന്നു. എന്താണ് കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുന്നതിന് പിന്നിലെ കാരണം? ദൈവത്തെക്കുറിച്ചുള്ള അവബോധമില്ല, മരണത്തിനപ്പുറം ജീവിതത്തിനെ കുറിച്ചുള്ള ചിന്തയില്ല. മനുഷ്യന്റെ ജീവിതത്തിന്റെ ക്രമങ്ങൾ മുഴുവൻ തകർന്നടിയുന്നു, കുടുംബജീവിതങ്ങൾ തകരുന്നു. നാളെയുടെ തലമുറകളായി, നട്ടെല്ലുകളായി, സമൂഹത്തിന്റെ കാവലാളുകളായി, ആ അടിസ്ഥാന കല്ലുകളായി തീരേണ്ട നമ്മുടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങളെല്ലാം വഴിയാധാരമാകുന്നു. കേരളം ഒരു ഭ്രാന്താലയും ഒരു പ്രേതാലയുമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ഈ ചോദ്യത്തിന് മുമ്പിൽ ഇവിടുത്തെ സാംസ്കാരിക രാഷ്ട്രീയ മതമേലാളന്മാർ ഉത്തരം തരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനത്തെ നിലനിർത്തുവാൻ, അരാജകത്വം അഴിച്ചുവിടുവാനുള്ളതായിരിക്കുന്ന കൂട്ടുകെട്ടുകൾ നടത്തി അതിനുള്ള സാഹചര്യം ഒരുക്കി ഈ സമൂഹത്തെ നശിപ്പിക്കേണ്ടതിന് മൗന അനുവാദങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് മൗനമായിരിക്കാൻ കഴിയുകയില്ല. അതിന് കാരണം ഒരു കാലഘട്ടത്തിൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും അനുഭവിച്ച നരകവേദന അത്രയ്ക്കും ഭീകരമായിരുന്നു. ആ അനുഭവത്തിൽ ഞങ്ങൾക്ക് വിമോചനം തന്നത് യേശു ക്രിസ്തുവിന്റെ സ്നേഹമാകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, യേശുവിനല്ലാതെ ഈ സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയുകയില്ല. യേശുവിനല്ലാതെ സമൂഹത്തിന്റെ തകർച്ചകളെ പരിഹരിക്കാൻ കഴിയുകയില്ല. വ്യക്തികളുടെ ജീവിതത്തിന് പരിവർത്തനം നടത്താൻ കഴിയുകയില്ല. കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ കഴിയില്ല. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന മഹത്തായിരിക്കുന്ന ആ മാനവികതയുടെ മൂല്യതകൾ നിലനിർത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ സ്നേഹപുരസ്സരം വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനുള്ള അനുവാദം ലഭിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് പണം കൊടുക്കാതെ, നേർച്ച കാഴ്ചകൾ നടത്താതെ, ഉരുണ്ട് നേർച്ചകൾ നടത്താതെ, നാണയത്തുട്ടുകൾ വലിച്ചെറിയാതെ, മെഴുകുതിരികൾ നാളങ്ങൾ നടത്താതെ, ശരീരത്തിന് ദണ്ഡനമേൽപ്പിക്കാതെ, വിശ്വാസമെന്ന് പറയുന്ന അമൂല്യമായിരിക്കുന്ന ഒരൊറ്റ വ്യവസ്ഥ ഇരുന്നുകൊണ്ട് ജീവിതത്തെ മാറ്റിയെടുക്കാൻ ഇന്ന് രാത്രി സുവിശേഷത്തിൽ കൂടെ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ഓർക്കുക, ഈ ജീവനോടിരിക്കുമ്പോൾ ചെയ്തു കൂട്ടുന്ന പരാക്രമങ്ങൾക്ക് നാളെയുടെ ദിവസങ്ങളിൽ മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും. അന്ന് പരാജയപ്പെട്ട് മുഖം കുനിച്ച് നിത്യദുഃഖത്തിലേക്ക് പോകാതിരിക്കാൻ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. പറയാനേറെ ആശയങ്ങളുണ്ട്. അപ്പോൾ പുനരുത്ഥാനമുണ്ടെങ്കിൽ മരണമുണ്ട്. മരണത്തിന് കാരണം പാപമാണ്. പാപത്തെ ഇല്ലാതാക്കാനായിരുന്നു യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഭൂമിയിൽ വന്നു എന്നുള്ളത് സത്യമാണ്. അടുത്തത് പറയുന്നു, ഈ പാപത്തിനും മരണത്തിനും ചുക്കാൻ പിടിക്കുന്നത് മറ്റൊരു ശക്തിയാണ്. ദൈവത്തിന് ഘടകവിരുദ്ധമായി നിൽക്കുന്ന, ഈ ലോകത്തെ ഉഴുതുമറിക്കുന്ന, ഈ ഇരുട്ടിന്റെ അധിപതിയായിരിക്കുന്ന സാത്താൻ. ഈ ആധുനിക ലോകത്തിൽ സാത്താൻ, ദൈവം, പിശാച്, നരകം, സ്വർഗം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പല ആളുകൾ ഇങ്ങനെ ഊറിച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഓർക്കുക, ഇന്ന് ചിരിച്ചാൽ നാളെ നിങ്ങൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും. ഇന്ന് ഞങ്ങൾ ഇത് പ്രസംഗിക്കുന്നതുകൊണ്ട് ദുഃഖിക്കേണ്ടി വന്നാൽ ഞങ്ങൾ നാളെ നിത്യ സന്തോഷത്തിലേക്ക് മാറ്റപ്പെടുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്ന അനുഭവത്തെ ഓർത്തുകൊണ്ട് ദുഃഖത്തോടെ പറയുന്നു, നിങ്ങൾ ചിരിക്കാതെ ഇന്ന് രാത്രി സ്വന്തം ജീവിതത്തെക്കുറിച്ചൊന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾ പരിശ്രമിക്കണമെന്നും കൂടെ ഈ വേദിയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഓർക്കുക, മരിച്ചവരുടെ പുനരുത്ഥാനം ഒരു യാഥാർത്ഥ്യമാണ്. അത് പുനർജീവനല്ല, അത് പുനരുത്ഥാനമാണ്. എന്നാൽ പുനരുത്ഥാനം ചെയ്യാൻ ഒരു ജീവിതക്രമത്തിലേക്ക് കടക്കണമെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതിന്
വീണ്ടും ജനനം. അത് സത്യത്തിൽ പുനർജന്മം എന്ന് പറയുന്ന ആ മുൻ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ പോലും മറ്റൊരു പരിവർത്തനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് കാണിക്കുന്നതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് പുനരുത്ഥാനത്തിൽ പങ്കാളിയായി തീരാൻ കഴിയും? മരണത്തിനപ്പുറമുള്ള ജീവിതം നമുക്ക് നേടിയെടുക്കാൻ കഴിയും? മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അന്ധമായി വിശ്വസിച്ച 3 ചെറുപ്പക്കാർ, അത് ഡോക്ടർമാരാണ്, ഇവിടെ നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് പോയി അവിടെ ഹോട്ടലിൽ റൂം എടുത്ത് ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത 1 മാസം മുമ്പാണ് നമ്മൾ കേട്ടത്. നിരന്തരം അവർ ഗൂഗിളിൽ കൂടെ നടത്തിയ പരിശോധനയ്ക്ക് അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തി മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അതിലേക്ക് പോകാൻ വേണ്ടി തൻ്റെ കാമുകിയെയും കാമുകിയുടെ കൂട്ടുകാരിയും കൂട്ടിക്കൊണ്ട് വീട് വിട്ടിറങ്ങിയ ചെറുപ്പക്കാരൻ 3 പേരും ആത്മഹത്യയുടെ വഴിയിൽ കൂടെ മരണത്തെ പുൽകിയ വാർത്ത. ആധുനിക ലോകത്തിൽ, പരിഷ്കൃത സമൂഹത്തിൽ, വിദ്യാസമ്പന്നരായിരിക്കുന്ന ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള മിഥ്യാധാരണകൾ വെച്ചു പുലർത്തി ജീവിതം നശിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, മറ്റൊന്നിലും പ്രശംസിക്കാനായിട്ട് ഞങ്ങൾക്കില്ലെങ്കിലും ക്രിസ്തുവിൽ കൂടെയുള്ള മരണാനന്തര ജീവിതം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈ പുനരുത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആദ്യത്തെ നടപടിയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ നമുക്ക് മുമ്പിൽ വിഭാവനം ചെയ്യുന്നു. അത് മറ്റൊന്നുമല്ല, വീണ്ടും ജനനം എന്നുള്ളതാണ്. ആ വീണ്ടും ജനനത്തെ എങ്ങനെയാണ് യേശു ക്രിസ്തു അവതരിപ്പിക്കുന്നത് എന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് എൻ്റെ വാക്ക് ഞാനിവിടെ നിർത്തുകയാണ്. ആമേൻ, ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും നീ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല, നിത്യതയിൽ കടപ്പാൻ കഴിയുകയില്ല, പുനരുത്ഥാനത്തിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിയുകയില്ല. യേശു ക്രിസ്തു പുനരുത്ഥാനത്തിൽ പങ്കാളിത്തം വഹിക്കാൻ മനുഷ്യരോട് ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ ആദ്യ നടപടിയായിട്ട് അവതരിപ്പിക്കുന്ന ആശയമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. പാപത്തെക്കുറിച്ചുള്ള ബോധവും പാപത്തിൽ നിന്നുണ്ടായിരിക്കുന്ന വിമോചനവുമാണ് അതേപ്രതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴുള്ള ജീവിത വ്യവസ്ഥകളിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഈ ക്രിസ്തു വിഭാവനം ചെയ്തിട്ടുള്ള പുനരുത്ഥാന പ്രക്രിയയിൽ മനുഷ്യന് പങ്കാളിത്തം വഹിക്കാൻ കഴിയില്ല. പുനരുത്ഥാന പ്രക്രിയയിൽ പങ്കാളിത്തം വഹിക്കാൻ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. പക്ഷേ എല്ലാ ദൈവങ്ങളെയും കുടിയിരുത്തിയിരിക്കുന്നത് പോലെ കൂട്ടത്തിൽ കുടിയിരുത്തുക എന്നുള്ളൊരു ആശയത്തിലല്ല യേശു ഇത് അവതരിപ്പിക്കുന്നത്. യേശുവിനെ ഏകരക്ഷകനും ഏകകർത്താവും ഏക ദൈവവുമായിട്ട് അംഗീകരിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. അനേകരുടെ കൂട്ടത്തിൽ ഒരുവനായിട്ടല്ല, അവനെ മാത്രം ഹൃദയത്തിൽ സ്വീകരിക്കുക. പക്ഷെ യേശു പെട്ടെന്ന് ആരുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നില്ല, ആരുടെയും ജീവിതത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായ സാഹചര്യം. എന്താണ് അതിന് കാരണം? യേശുവിന് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും വരാൻ കഴിയാത്ത വിധത്തിൽ തടസ്സമായി നിൽക്കുന്നത് എന്താണ്? തൊട്ടു മുമ്പ് പറഞ്ഞത് പാപം തന്നെ, ജന്മപാപം. എല്ലാ മനുഷ്യരും പാപത്താലാണ് ജനിക്കപ്പെട്ടത്. നീതിമാന്മാരാരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും വേണ്ടി യേശു പരിഹാരകനായി ലോകത്തിൽ അവതരിച്ചതെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, ബൈബിൾ തരുന്ന രക്ഷാപദ്ധതിയുടെ മരണാനന്തര ജീവിതത്തിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ 1 മണിക്കൂറോ 3 ദിവസത്തെ യോഗം കൊണ്ടോ ഒന്നും ഇവിടെ ആർക്കും പറഞ്ഞു തീർക്കാനായിട്ട് കഴിയുകയില്ല. പടിപടിയായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ ഉറപ്പ് പ്രാപിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിധേയപ്പെട്ട് നടത്തുന്ന പ്രസ്ഥാനങ്ങളാണ് ചർച്ചപുകോട് പോലുള്ള ഈഴക്കോണം ചർച്ചപുകോട് പോലുള്ളതായിരിക്കുന്ന പ്രാർത്ഥനാലയങ്ങൾ. അവിടെ എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട്, അവിടെ ഞായറാഴ്ച ആരാധനയുണ്ട്. ഈ ദിവസങ്ങളായി 21 ദിവസം തുടർമാനമായിട്ട് ഉപവാസം നടന്നുകൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ശാരീരിക രക്ഷ, മാനസിക രക്ഷ, ആത്മരക്ഷ, അങ്ങനെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ മേഖലയിലുള്ള രക്ഷയെക്കുറിച്ചുള്ള പഠനങ്ങൾ അവിടെ നടത്തുകയും അതിന് പരിഹാരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ വന്ന് വിടുതൽ പ്രാപിക്കുന്ന ആളുകൾ ധാരാളം ഇതിന് ചുറ്റുവട്ടത്തുണ്ട്. ആ കൂട്ടത്തിൽ പങ്കാളിയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പും ആഹ്വാനവുമായിട്ടാണ് ഞങ്ങൾ ഈ സമ്മേളനം ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഈ ദിവസത്തെ തള്ളിക്കളഞ്ഞിട്ട് നാളെ പുനരുത്ഥാനത്തിൽ പങ്കാളിയാകാതെ നിത്യദുഃഖത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, യേശുവിങ്കിലേക്ക് നിങ്ങൾ വരിക, മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുക, അവിടുത്തെ മക്കളെന്ന അവകാശത്തിലേക്ക് വരിക, മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് ഉറപ്പ് പ്രാപിക്കുക, ആ ധൈര്യം നേടേണ്ടതിനായി പരിശുദ്ധാത്മാവിനെ നേടിയെടുക്കുക, ആ പ്രത്യാശയിലേക്ക് നടക്കേണ്ടതിനായി യേശു ക്രിസ്തു വിഭാവനം ചെയ്ത ഉപദേശ സത്യങ്ങളിൽ വഴി നടക്കുക.
കൂട്ടായ്മകളിൽ പങ്കെടുക്കുക, ദൈവകൃപയിൽ ആശ്രയിക്കുക. ഇതല്ലാതെ ഒരു രക്ഷ ഇനി നമുക്ക് വേണ്ടി മുമ്പിൽ ശേഷിക്കുന്നില്ല. കൃപയുടെ വാതിൽ അടയ്ക്കപ്പെടാൻ സമയമായി. മനുഷ്യന് വേണ്ടി ദൈവം തുറന്നിട്ടിരിക്കുന്ന രക്ഷാജാലകത്തിന്റെ കവാടം അടയ്ക്കപ്പെടാൻ സമയമായി. ഇന്ന് രാത്രി ആരെങ്കിലും ഈ കവാടത്തിൽ കൂടെ ഇതിലേക്ക് ഓടിക്കയറാൻ താല്പര്യപ്പെട്ടാൽ അത് സ്വർഗം സന്തോഷിക്കുന്ന ദിവസമാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിപ്പാൻ വേണ്ടി മാത്രമല്ല, മനുഷ്യനെ പിടിച്ചു കെട്ടുന്ന പിശാചിനെ പിടിച്ചു കെട്ടാനും കൂടെ വന്നിട്ടുള്ളത് കൊണ്ട് ഈ വാതിലിലേക്ക് വരാതെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്ക് വഴിതിരിച്ചു വിടുന്ന ഇരുട്ടിന്റെ വ്യാപാരത്തിന് മേൽ ഇന്ന് രാത്രി ഞങ്ങൾ വിജയത്തിന്റെ മുദ്രാവാക്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഉറക്കെ പറയുന്നു, യേശു ക്രിസ്തു മനുഷ്യ വിമോചകൻ. യേശുവിനെ നിങ്ങൾ അറിയുക, മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. വായിച്ച വാക്യത്തിന്റെ ശരിയായ വിശദീകരണം തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ നാളുകളിൽ വരുന്ന ശക്തരിൽ ശക്തന്മാരായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവവൃത്തന്മാർ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ ക്രിസ്തു രക്ഷാ പദ്ധതിയിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്യും. ഈ കൃപയുടെ പെട്ടകത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ കർത്താവിൽ പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ സമകാലികരായ ശുശ്രൂഷകന്മാരെ, ദൈവസഭയെ, ഈ ഉപരിവിപ്ലവത്തിനൊക്കെ നമ്മൾ തൽക്കാലത്തേക്ക് വിട പറഞ്ഞിട്ട് വിചാര വിപ്ലവങ്ങളും ആന്തരിക വിപ്ലവങ്ങളും ഉണ്ടാകുന്ന നിലകളിൽ എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിൻ്റെ ശരിയായ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകത്തക്ക നിലകളിൽ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ദൈവവചനങ്ങൾ യാതൊരു മാലിന്യങ്ങളുമില്ലാതെ അതേപടി അവതരിപ്പിച്ചുകൊണ്ട് നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് അണിനിരക്കാം. നമ്മോട് കൂടെ നിൽക്കുന്ന ദൈവജനത്തിൻ്റെ ആത്മീയ ഉത്തേജനത്തിനായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ മുന്നണി പോരാളികളായി തീരാൻ പുനരുത്ഥാന ദിവസത്തിൽ അവനോടൊപ്പം നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് വസിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്കൊരുക്കപ്പെടാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുമ്പോൾ ഒരു ചോദ്യം കൂടെ ദേശത്തോട് ചോദിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ദൈവം തിരിച്ചു ചോദിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചിലവഴിക്കും? ഇന്ന് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ മരണത്തിനപ്പുറമുള്ള ജീവിതം അതിൽ കൂടെ നിനക്ക് സൗജന്യമായി ലഭിക്കപ്പെടും. ആ സൗജന്യം രക്ഷ നഷ്ടമാക്കി കളയാതെ ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ കരസ്ഥമാക്കി ആ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നിത്യതയുടെ ഒരു നല്ല പൂവായി, ഒരു തീപ്പന്തമായി, കൈവിളക്കായി ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായി നിലനിൽക്കാൻ കർത്താവ് ദേശനിവാസികളെ, പ്രിയപ്പെട്ടവരെ, സമകാലികരായ വിശ്വാസ സമൂഹങ്ങളെ ഒരുക്കിയെടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ, അവസരം തന്നതിൽ ഹൃദയംഗമായി നന്ദി അറിയിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.